ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്? അദ്ദേഹം ഏത് കുറ്റകൃത്യമാണ് ചെയ്തത്? ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി തന്ത്രിക്കുള്ളത് എന്ന് SIT പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ക്രെഡിറ്റ് ആയിട്ടാണ് CPM സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. CPMനെതിരായി എല്ലാ ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് വഴി തിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഒരു തെളിവ് പിന്നെ ശേഖരിച്ചതായും SIT പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്ന് ജനുവരി 11 ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്യുന്നത്, എന്താണ് കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യതയുണ്ട്. ഇനി മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും അത് തന്നെ വേണം, എന്താണ് പങ്കാളിത്തം എന്നും അത് പറയാതെ അറസ്റ്റ് ചെയ്ത് 40 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്ന് കോടതി പറഞ്ഞിരിക്കുന്നു തെളിവിന്റെ കണിക പോലും ഇല്ല. തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരാൾ, ശബരിമല തന്ത്രിയെ പോലുള്ള ഒരാൾ 40 ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നതിനെ കുറിച്ച് ഗൗരവതരമായി അന്വേഷിക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ മുന്നോട്ട് ഡിമാൻഡ് വയ്ക്കുന്നത്. പിന്നെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ. എല്ലാ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് ആരോഗ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ എല്ലാം ഇപ്പൊ ഒറ്റപ്പെട്ട ആയിരക്കണക്കിന് സംഭവങ്ങളായി, കേരളം മുഴുവൻ വിഷയങ്ങളായി. അപ്പോൾ ആരോഗ്യ രംഗത്തെ സിസ്റ്റം മുഴുവൻ തകർന്നിരിക്കുകയാണ്. അതിന് നമ്മുടെ അപകടം മനസ്സിലാക്കേണ്ടത് വലിയ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വലിയ കമ്പനികൾ ഈ സ്വകാര്യ ആശുപത്രികളെ ടേക്ക് ഓവർ ചെയ്യാണ്. ഒരു കിടക്കയ്ക്ക് 2.5 കോടി രൂപ തീരുമാനിച്ചിട്ടാണ് അവരിത് എടുക്കുന്നത്. അതോടുകൂടി ചികിത്സാ ചെലവ് ഗണ്യമായി വർദ്ധിക്കും. സാധാരണക്കാരനും ഇടത്തരക്കാരനും ചികിത്സ തേടി സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം തകരാതെ നിർത്തേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. ആ പൊതു ആരോഗ്യ സംവിധാനം ഏറ്റവും ഭംഗിയാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആരോഗ്യ കോൺക്ലേവ് നടത്തി 300-ലധികം ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് വലിയൊരു ഡോക്യുമെന്റ് ഞങ്ങൾ പ്രകാശനം ചെയ്തിരിക്കുന്നു. UDF സർക്കാർ വരുമ്പോൾ ആരോഗ്യ രംഗത്ത് സമഗ്രമായ മാറ്റം, പൊതു ആരോഗ്യ രംഗത്ത് സമഗ്രമായ മാറ്റം ഉണ്ടാകും. ഏത് സ്വകാര്യ മേഖലയോടും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിൽ സാധാരണക്കാരന് പ്രാപ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ സംസ്ഥാനത്തുടനീളം വ്യാപകമായി ഈ സിസ്റ്റത്തിന്റെ തകരാറ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യണം ആരോഗ്യരംഗം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.